So we can see that Uncle Petta was hurt by the mutton piece. Then after a while we started walking home from school on Wednesdays to give mom a good chance of getting home before us. And so we couldn't be in the bus when it had to stop and let her pass. The boys didn't like having a walk home, but we girls didn't mind because Mr. Hartley walked home too. He was a new teacher at school and he stayed not far from where we lived. We girls thought he was really neat. സോ ആഫ്റ്റർ എ വൈൽ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ വെനസ്ഡേയ്സിൽ കുട്ടികൾ നടന്നു പോകാനായിട്ട് തുടങ്ങി. സോ എന്തുകൊണ്ടാണ് നടന്നു പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് നേരത്തെ വീട്ടിലെത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇവർ നടന്നു പോകുന്നത്. അപ്പോൾ ഈ സ്കൂൾ ബസ്സും മമ്മിയുടെ കാറും വരുമ്പോൾ ഇവർക്കുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാന്നുള്ള ഒരു ചിന്തയിലാണ് ഇവർ നടന്നത്. അപ്പോൾ മമ്മിയുടെ കാറ് വരുന്ന സമയത്ത് ഇപ്പോൾ സ്കൂൾ ബസ്സിൽ ഇവരില്ലെങ്കിലും സ്കൂൾ ബസ് ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തി മമ്മീനെ കടത്തി വിടുമായിരുന്നു. ദെൻ പിന്നെ കുട്ടികൾ നടന്നു പോകാനുള്ള വേറൊരു കാരണമാണ് മിസ്റ്റർ ഹാർഡ്ലി. മിസ്റ്റർ ഹാർഡ്ലി ഈസ് ദ ന്യൂ പക്കേഹ ടീച്ചർ. പക്കേഹ മീൻസ് യൂറോപ്യൻ വൈറ്റ് സെറ്റിലേഴ്സ് ഇൻ ദ മൗരി ട്രൈബ്. അപ്പോൾ ആ ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ക്രഷാണ് പെൺകുട്ടികളെ. അപ്പോൾ 14 കുട്ടികളിൽ മൂത്തവർക്കായിരിക്കാം ക്രഷ് കൂടുതൽ. സോ ഗേൾസിന് നടന്നു പോകാൻ ഇഷ്ടമായിരുന്നു ഹാർഡ്ലിയുടെ പിന്നാലെ, ബോയ്സിന് അത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. സോ വി ഗേൾസ് തോട്ട് ഹി വാസ് റിയലി നീറ്റ്. But one day it had to happen. When I heard the honking and the tooting behind me, I wished that a wall would appear in the ground and that I would fall in it and disappear forever. As Mom came near, she started smiling and waving and yelling her head off. "Anyone wants a ride?" she yelled. "They will have to run and jump in." സോ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡേ അത് സംഭവിക്കുകയാണ്. അതായത് ഇവർ നടന്നു പോകുന്ന സമയത്ത് മമ്മി കാറിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണ്. അപ്പം മമ്മി ഇങ്ങനെ ആളുകളെ കാണുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്തു തുടങ്ങി? ഹോങ്കിങ് ആൻഡ് ടൂട്ടിങ് ദ ഹോൺ അടിച്ചു തുടങ്ങി, കൈ വേവ് ചെയ്തു തുടങ്ങി. അപ്പോൾ പിള്ളേർക്ക് നാണക്കേടായി. ഇപ്പോൾ പിള്ളേർ വിചാരിക്കുകയാണ് ഇപ്പം തന്നെ ഗ്രൗണ്ടിലൊരു ഓട്ടോ വന്ന് അതിലങ്ങോട്ട് വീണ് എല്ലാം അപ്രത്യക്ഷമായിരുന്നെങ്കിൽ. അത്രയും നാണക്കേട് അവർക്ക് ഫീൽ ചെയ്യാണ്. ദെൻ ഹാർഡ്ലി മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അതാണ് ഏറെ നാണക്കേടാവാനുള്ള കാരണം. സോ മമ്മി ചോദിക്കുകയാണ്, "എനിവൺ വാണ്ട്സ് എ റൈഡ്?" ആർക്കെങ്കിലും റൈഡ് വേണോ? "ദേ വിൽ ഹാവ് ടു റൺ ആൻഡ് ജമ്പ് ഇൻ." അവർ ഓടി വന്ന് കയറിയിരിക്കേണ്ടതാണ്. We all turned our heads the other way and hoped Mr. Hartley would notice a car with our mother in it and her yelling and tooting and the brim of her hat jumping up and down. But instead Mr. Hartley took off after the car and leapt in over the back seat on the top of the shopping. Oh, the shame. സോ ഒരു ദിവസം അത് സംഭവിക്കുകയാണ്. മമ്മിയുടെ കാറ് വരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും എന്ത് ചെയ്തു? മമ്മിയുടെ കാറ് കണ്ടപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് നടന്നു. അപ്പോൾ ആ വരവ് കാണാൻ നല്ല രസമാണ്. ഈ ബ്രേക്കൊക്കെ പോയ മേട്ട കാറാണ്. സോ ആ കാറിൽ കയറി ഈ ഹാറ്റ് ഇങ്ങനെ പൊന്തും താവുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലിഫ്റ്റ് വേണമെന്ന് വെച്ചപ്പോൾ പിള്ളേരെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു വന്നു. ബട്ട് ഹാർഡ്ലി എന്ത് ചെയ്തു? ചാടി കയറിയിരുന്നു. അപ്പോൾ വണ്ടി നിർത്തില്ല എന്നറിയാം. കാരണം എന്താണ്? ബ്രേക്കില്ല. സോ ചാടി കയറാനാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ ഈ ഷോപ്പിംഗ് ചെയ്ത സാധനത്തിൻ്റെ മുകളിലേക്ക് മിസ്റ്റർ ഹാർഡ്ലി ചാടി കയറിയിരിക്കുകയാണ്. ഹോ ദ ഷെയിം. കുട്ടികൾക്ക് അത് ഭയങ്കര നാണക്കേടായി. ബട്ട് then one day something happened that changed everything. We arrived home to find Dad in his best clothes, walking round and grinning and not doing anything like getting the cows in or mending a gate or digging a drain. We said, "What are you laughing at, Dad? Why are you dressed up for?" "Hey Mom, what's the matter with Dad?" "Your dad's a rich man," she said. അപ്പോൾ ഒരു ദിവസം ഇവർ സ്കൂൾ വിട്ട് വീട്ടിൽ വരികയാണ്. അപ്പോൾ എല്ലാം മാറ്റിമറിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഡാഡി എന്ത് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ തൊഴുത്തിൽ ക്ലീൻ ചെയ്യുക, പശുവിനെ നോക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ബട്ട് ടുഡേ ഹി ഈസ് ഡ്രസ്ഡ് അപ്പ്. അപ്പോൾ ചോദിക്കാൻ എന്താണ് ഡാഡി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നത്, എന്താണ് ഡാഡി ചിരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നത്, മമ്മി എന്താ പറ്റിയെന്ന് ചോദിക്കാം. "Your dad's a rich man." മമ്മി പറയുന്നത് ഡാഡി ഭയങ്കര പണക്കാരനായി. "Your dad, he's just won $50,000 in a lottery." It's very important. സോ ഡാഡിക്ക് എന്ത് കിട്ടി? $50,000 ലോട്ടറി ആയിട്ട് കിട്ടി.
At first we couldn't believe it. ഞങ്ങൾക്ക് ആദ്യം വിശ്വസിക്കാനായിട്ട് പറ്റില്ല. Then we began running around and laughing and yelling and hugging dad and mom. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. സോ അവർ തുള്ളിച്ചാടി ഇങ്ങനെ പരസ്പരം ഹഗ് ചെയ്യുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തു സന്തോഷം കൊണ്ട്. We can have shoes and bags, we said, new clothes and swimming tops and proper apples and pears. Then do you know what Dad said, Mom can have a new car. അപ്പോൾ പറയാണ് കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ച് കേടാണ്, ഞങ്ങൾക്ക് പുതിയ സ്കൂൾ ബാഗ് കിട്ടി, ഞങ്ങൾക്ക് പുതിയ ഷൂസ് വാങ്ങിക്കാമല്ലോ, ഞങ്ങൾക്ക് ഇനി പ്രോപ്പർ ആപ്പിൾസ് ആൻഡ് പിയേഴ്സ് കഴിക്കാമല്ലോ, പുതിയ ഡ്രസ്സ് കിട്ടും, പുതിയ സ്വിമ്മിങ് ടോപ്സ് കിട്ടും. കുട്ടികളെല്ലാവരും ഹാപ്പി. ദെൻ മമ്മി പറയാണ്, ഡു യു നോ വാട്ട് ഡാഡ് സെഡ്? ഡാഡി എന്ത് പറഞ്ഞു? ഡാഡ് സെഡ്, മം ക്യാൻ ഹാവ് എ ന്യൂ കാർ. മമ്മിക്ക് ഒരു പുതിയ കാർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. This really astounded and amazed us. We went numb with excitement for 5 minutes, then began hooting and shouting again and knocking mum over. സോ നമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, സ്റ്റക്കായി നിന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? ഹൂട്ടിങ് ആൻഡ് ഷൗട്ടിങ് അഗെയിൻ. പിന്നെ എല്ലാവരും നിലവിളിയും സൗണ്ടും ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. എ ന്യൂ കാർ. Then get us a Packard, mum, or a Desoto. Yes, get that. അപ്പോൾ കുട്ടികൾ കാറിൻ്റെ മോഡലുകൾ പറയാണ്. ഈ പക്കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഭയങ്കര നീണ്ടിട്ടുള്ളൊരു കാറാണ്. ഡിസോട്ടോ മീൻസ് ഒരു ചെറിയ കാറ്, ഒരു വര വരച്ച് പിന്നെ ഒരു റാഷ് ഷേപ്പ് വരച്ച് പിന്നെ ഒരു വര, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ്, ഒരു പണ്ടത്തെ മോഡൽ, ഒരു ഉരുണ്ട പോലത്തെ കാറാണ് ഡിസോട്ടോ എന്നൊക്കെ പറയുന്നത്. ദെൻ മമ്മിന് കാർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. വെൽ, മം ബോട്ട് എ ബിഗ് ഷൈനി ഗ്രീൻ ഷെവർലെറ്റ് ആൻഡ് ഡാഡ് ഗോട്ട് എ ന്യൂ ഷെഡ് വിത്ത് എവറിത്തിങ് മോഡേണൈസ്ഡ് ആൻഡ് വാട്ടർ ഗഷിങ് എവ്രിവെയർ. സോ മമ്മിക്ക് കിട്ടിയ കാർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിഗ് ഷൈനി ഗ്രീൻ ഷെവർലെറ്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ആ കളർ ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ മനസ്സിലാവും. സോ പിന്നെ പറയാണ് അവർ എവറിത്തിങ് ഈസ് മോഡേണൈസ്ഡ്. അവർ റിച്ചായി. സോ അവർ കൗഷഡ് മോഡേണൈസ് ചെയ്തു. ദെൻ വാട്ടർ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് സംവിധാനമൊക്കെ കൊണ്ടുവന്നു. വി ഓൾ ഗോട്ട് അവർ ന്യൂ ക്ലോത്ത്സ്. പുതിയ ക്ലോത്ത്സ് കിട്ടി, ഷൂസ്, ബാഗ്സ്, ടോഗ്സ് ആൻഡ് വി ഈവൻ സ്റ്റാർട്ടഡ് ടേക്കിംഗ് പോഷ് ലഞ്ചസ് ടു സ്കൂൾ. അതുകൊണ്ട് പറയാണ് ഞങ്ങൾ ലഞ്ചസൊക്കെ നല്ല നല്ല ലഞ്ചസായി കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് ഐറ്റംസ്? സാൻഡ്വിച്ചസ്, കട്ടിൻ ട്രയാങ്കിൾസ്, ബോട്ടിൽസ് ഓഫ് കോർഡിയൽസ് മീൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്. ദെൻ ക്രിസ്പ് ആപ്പിൾസ് ആൻഡ് പിയേഴ്സ്. മറ്റേതൊക്കെ ഹോളി ഫ്രൂട്ട്സ് ആയിരുന്നു, ഓട്ടയിലെ ഫ്രൂട്ട്സ് ആയിരുന്നു. നൗ ഇറ്റ് ഈസ് ക്രിസ്പ് ആൻഡ് റൈപ്ഡ് വൺ, പ്രോപ്പർ ആയിട്ടുള്ളതാണ് കൊണ്ടുവന്നത്. ആൻഡ് യെല്ലോ ബനാനാസ്. ആൻഡ് സംഹൗ ഓൾ ഓഫ് us കിഡ്സ് ചേഞ്ച്ഡ്. എന്നാൽ പിള്ളേരെല്ലാവരും എന്താണ് ചേഞ്ചായി. വി സ്റ്റാർട്ടഡ് ആക്ടിങ് ലൈക്ക് വി വർ സംബഡി ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ലൈക്ക് ബിഫോർ. ഞങ്ങൾ ആരൊക്കെയാണ്, വലിയ ആൾക്കാരായി എന്നുള്ള തോന്നൽ പിള്ളേരിൽ വന്നു. വി യൂസ്ഡ് ടു വൈൻ ടു ഡാഡ് ഫോർ മണി ടു സ്പെൻഡ് ആൻഡ് ഹി ഹാഡ് ഓൾവേസ് ഗീവ് ഇറ്റ് അസ്. വൈൻ മീൻസ് ഇങ്ങനെ കൊഞ്ചി ചിറ്റിത്തിരിയ, നമ്മൾ പറയില്ലേ ബട്ടറിങ് അപ്പ്, അതുപോലത്തെ ഒരു ഇതാണ് വൈൻ എന്ന് പറയുന്നത്. സോ അവരെന്ത് ചെയ്യും, അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി പറയും, അച്ഛൻ പൈസ കൊടുക്കുകയും ചെയ്യും. Every week we had nagged mom into taking us to the pictures, or if she was tired we had go ourselves by taxi. ഇപ്പോൾ എല്ലാ വീക്കിലും മമ്മിയോട് പിക്ചർ കാണിക്കാൻ കൊണ്ടുപോകാനായിട്ട് പറയും. ഇപ്പോൾ മമ്മി തിരക്കിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവർ തന്നെ ടാക്സി വിളിച്ചിട്ട് പോവായിരുന്നു. സോ അവർ ഭയങ്കര മോഡേൺ ആയിപ്പോയി. ആൻഡ് വി ഗോട്ട് ഫ്ലാഷ് ബെഡ് സ്പ്രെഡ്. അവർക്ക് എന്താണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ കിട്ടി. ആൻഡ് പിയാനോ വെച്ച് സിമ്പിൾ ഓഫ് റോയൽറ്റി. പൈസയുള്ള വീടുകളിലാണ് പിയാനോ ഉണ്ടായിരിക്കുക. ആൻഡ് വി റിയലി തോട്ട് വി വർ നീറ്റ്. അതുപോലെ തന്നെ പിയാനോ ഇറങ്ങിയ ആ ഒരു ടൈമായിരുന്നു ഈ കഥ നടക്കുന്നത്. സോ അന്ന് വിപണിയിൽ ഇറങ്ങിയ ഒരു സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉള്ളവരാണ് ആദ്യം വാങ്ങിക്കാറ്. അപ്പോൾ ഇവർക്ക് തോന്നി വി റിയലി തോട്ട് വി ആർ നീറ്റ്. ആസ് ഫോർ ദ ഓൾഡ് കാർ, ഇനി പഴയ കാറിനെ കുറിച്ചാണ് പറയുന്നത്. വി മേഡ് ഡാഡ് ടേക്ക് ഇറ്റ് ടു ദ ഡാം. വി നെവർ വാണ്ടഡ് ടു സീ ഇറ്റ് അഗെയിൻ. വി ഓൾ ചിയേർഡ് വെൻ ഹി ടുക്ക് ഇറ്റ് അവേ എക്സെപ്റ്റ് ഫോർ മം.
Mum stayed inside where she couldn't watch, but we all stood outside and cheered. പഴയ കാറ് മക്കൾ പറഞ്ഞു കൊണ്ട് കളയണം, ഞങ്ങൾക്ക് ഇനി ഇത് കാണണ്ടെന്ന് പറയാണ്. സോ മമ്മിക്ക് മാത്രം ഭയങ്കര വിഷമമായിരുന്നു. മമ്മി എന്ത് ചെയ്തു, ഈ കാറ് അച്ഛൻ കൊണ്ടുപോയി കളയാൻ പോകുമ്പോൾ മമ്മി മാത്രം പുറത്തോട്ട് വന്നില്ല. ബാക്കിയുള്ള മക്കളെല്ലാവരും പുറത്തോട്ട് വന്നിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സോ മമ്മിയുടെ ക്യാരക്ടറിൽ നോ ചേഞ്ച് എന്നാണത് കാണിക്കുന്നത്. We all changed as though we were really somebody, but there was one thing I noticed. ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് മൂത്ത മകളെന്നെയാണ്. സോ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു, ഞങ്ങളെല്ലാവരും ചേഞ്ച് ചെയ്തു, ബട്ട് മം ഡിഡിൻ ചേഞ്ച് അറ്റ് ഓൾ ആൻഡ് നൈദർ ഡിഡ് ഡാഡ്. ഡാഡിക്കും മമ്മിക്കും വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. Mum had a new car, all right, and a couple of new dresses and new pair of galoshes to put over her slippers. And Dad had a new modern milking shed and a tractor and some other gadgets for the farm. But Mum and Dad didn't change. They were the same as always. അപ്പോൾ പറയാണ് മമ്മിക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടി, ഡാഡിയുടെ കൗഷഡും അതേ മോഡേണൈസ് ആക്കി, ബട്ട് ദർ ക്യാരക്ടറിൽ ഓർ ആറ്റിറ്റ്യൂഡിൽ നോട്ട് ചേഞ്ച് എന്നാണ് പറയുന്നത്. അവരെപ്പോഴും പഴയതുപോലെ തന്നെ ആയിരുന്നു. സോ ഇവിടെ ഒരു ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. Mum still went shopping every Wednesday, but instead of having to do all the shopping herself, she was able to take all her friends and relatives or relations with her. അപ്പോൾ ആദ്യം ഒറ്റയ്ക്കാണ് ഷോപ്പിങ്ങിന് പോയിരുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാ വെനസ്ഡേയ്സിലും എന്താണ് റിലേറ്റീവ്സിനെയും കസിൻസിനെയും നെയ്ബേഴ്സിനെയും ഒക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ അവർ ഷോപ്പിങ്ങിന് പോകുന്നത്. She had to start out earlier, so she had have time to pick everyone up on the way. പണ്ട് നേരം വൈകിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴാണെങ്കിൽ എന്താണ് നേരത്തെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം ഓരോരുത്തരുടെ വീടിൻ്റെ മുന്നിൽ നിർത്തി ഓരോരുത്തരെ കയറ്റി പോകുമ്പോൾ ടേക്ക് ലോട്ട് ഓഫ് ടൈം. How angry we used to be when Mum went past with her same old sun hat and her or heap of friends and relations and them all waving and calling out to us. അപ്പോൾ പറയാൻ കുട്ടികൾക്ക് അത് ഭയങ്കര നാണക്കേടാണ്. അമ്മയ്ക്ക് എത്ര പുതിയ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മ പഴയതൊക്കെ എന്നെ എടുത്തോടുള്ളൂ. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ബന്ധുക്കളേനെയും പിന്നെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാം കയറ്റി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇവരേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദേ സ്റ്റാർട്ടഡ് വേവിങ് ആൻഡ് യെല്ലിങ്. അവർ സന്തോഷം കൊണ്ടാണ് ഒച്ച വയ്ക്കുകയും ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്, പക്ഷേ പിള്ളേർക്ക് അത് നാണക്കേടായിട്ട് തോന്നും. Mum sometimes forgot that the new car had brakes, especially when she was approaching the old bridge and we were coming the opposite way in the school bus. She would start tooting and the bus would have to pull over and let her through. അപ്പോൾ ചില സമയത്ത് മമ്മി എന്ത് ചെയ്യും, പുതിയ കാറിന് ബ്രേക്കുള്ള കാര്യം മറന്നു പോവും. ഇപ്പോൾ ഈ സ്കൂൾ ബസ്സും കാറും ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ മമ്മി എന്ത് ചെയ്യും, പണ്ടത്തെ പോലെ തന്നെ ഹോൺ അടിച്ച് തുടങ്ങും. പിന്നെ ഈ സ്കൂൾ ബസ് നിർത്താണ്ട് ആവുമ്പോഴാണ് മമ്മിക്ക് ഓർമ്മ വരിക, ഓ ബ്രേക്ക് ഉണ്ടല്ലോ എന്ന്. പക്ഷേ എന്ത് ചെയ്യും, അങ്ങനെ മുന്നോട്ട് എടുക്കുമ്പോഴായിരിക്കും അമ്മ ബ്രേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടി എന്ത് ചെയ്യാൻ നിർത്തുന്നത്. That's when all our aunties and uncles and friends would start waving and calling out. അപ്പോൾ ഇവർ വണ്ടി അമ്മയുടെ കാർ വിടാൻ സൈഡിൽ നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇവരുടെ സ്കൂൾ ബസ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കാറിലിരിക്കുന്ന ബന്ധുക്കളും ഓർ ഫ്രണ്ട്സും എല്ലാവരും എന്ത് ചെയ്യും, ദേ സ്റ്റാർട്ടഡ് വേവിങ് ആൻഡ് യെല്ലിങ്. അപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര നാണക്കേടാണ്, അവർ സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ്. But some of them couldn't wave because they were too squashed by people and shopping. They had just yell. How shaming. കാറിലിരിക്കുന്ന ചിലവരെന്ത് ചെയ്യില്ല, വേവ് ചെയ്യില്ല, ബിക്കോസ് ദേ കാണ്ട്. അവർ ഇങ്ങനെ തിക്കി ഞെരുങ്ങിയിട്ടാണ് ആ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈയൊന്നും പൊക്കാൻ പറ്റില്ല. സോ ദേ ജസ്റ്റ് യെൽ. അവർക്ക് സൗണ്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അപ്പോൾ അവരങ്ങനെ ചെയ്യും. ഹൗ ഷേമിങ്, എന്തൊരു നാണക്കേടാണ്. There were always ropes everywhere over Mum's new car. It's very important. Holding bags of things and shovel handles to the roof and sides. അപ്പോൾ പറയണ എപ്പോഴും മമ്മിയുടെ വണ്ടിയുടെ ചുറ്റും എന്താണ്, കയറ് കെട്ടിയിട്ടുണ്ടാവും. സോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. The boots were always hanging open because it was too full to close. Things used to drop on the road all the time. പറയാണ്
ഡിക്കിയിൽ ഫുൾ സാധനങ്ങളായിരിക്കും. അപ്പോൾ അത് നിറഞ്ഞിട്ട് അത് അടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവർ പോണ വഴിക്ക് ചിലപ്പോൾ സാധനങ്ങൾ വീണ് പോകാറുണ്ട്. പിന്നെ മുകളിലും അതെ അതുപോലെ ഇങ്ങനെ വെച്ച് കെട്ടി വെക്കുമ്പോൾ ചില സാധനങ്ങൾ വീണ് പോകാറുണ്ട്. പിന്നെ സൈഡിൽ കുറേ തൂക്കിയിടുകയൊക്കെ ചെയ്യും. And the new car, it used to be green once, because if you look closely you can still see some patches of green paints here and there. അപ്പോൾ പറയാണ് ദ ന്യൂ കാർ, പുതിയ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ്, ഒരിക്കൽ അതിൻ്റെ കളർ എന്തായിരുന്നു? പച്ച കളറായിരുന്നു. ബിക്കോസ് ഇഫ് യു ലുക്ക് ക്ലോസ്ലി യു ക്യാൻ still see some patches of green paints here and there. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാനായിട്ട് പറ്റും? അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗ്രീൻ പെയിൻറ്റ് കാണാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ അർത്ഥം ഈ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടും ആൾക്കാരെ നിറച്ച് കൊണ്ടുപോയിട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ പോയി പഴയ റെഡ് കാറിൻ്റെ അവസ്ഥയിലോട്ട് ഈ ഒരു ഗ്രീൻ ബിഗ് ഷൈനി ഷെവർലെറ്റ് വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് പെയിൻറ്റൊക്കെ പോയി പഴയ വണ്ടിയുടെ പോലെ തന്നെ ആയി തുടങ്ങി. മേ ബി ഇറ്റ്സ് എ സിംബോളിസം, അതായത് ഇവർ പഴയ ലൈഫിലോട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലും കൂടി ഇത് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാറിൻ്റെ കളറ് വീണ്ടും നമ്മുടെ റെഡ് കാറ്, പണ്ടത്തെ ആ ബ്രേക്കില്ലാത്ത കാറിൻ്റെ അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പട്രീഷ്യ ഗ്രേസ് ഈ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.